ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്നിലേക്ക് സ്വാഗതം. ലബ്ബർ പന്ത് എന്ന് പറഞ്ഞ ഒരു പടം പുറത്തിറങ്ങിയ കുറച്ച് മുന്നേ ഷാരൂഖ് ഖാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് അതിനെ കുറിച്ചിട്ടുള്ള കാര്യം പറഞ്ഞാണ്. വേറെ ഒന്നുമില്ല, ഷാരൂഖ് ഖാൻ ഈ പടം റീമേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ആൾ ഈ പടം കണ്ടിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്താവുന്നുള്ളതെന്ന് അറിയില്ല. പിന്നെ ഷാരൂഖ് കുറേ വേഷങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള വേഷങ്ങൾ ഉണ്ടാവും. ഈ സൂര്യ 45 എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യയുടെ 45ാമത്തെ പടത്തിൽ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിക്രം എന്ന് പറഞ്ഞ 3 years ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ പടം 3 വർഷമായി ഇറങ്ങിയിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള പോസ്റ്ററാണ്. പിന്നെ സൂപ്പർമാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് നിന്ന് കുറച്ച് പോസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ക്യാരക്ടർ പോസ്റ്റേഴ്സ് രീതിയിൽ ഡേവിഡ് കോറൻസ്വെറ്റിന്റെ പേര് സൂപ്പർമാൻ എന്നാണ്. പിന്നെ ആ നായുടെ ക്യാരക്ടർ ക്രിപ്റ്റോ എന്നാണ് കൊടുത്തിട്ടുള്ളത് പേര്. പിന്നെ അലൻ ട്യൂഡെക് എന്ന് പറഞ്ഞ ആളുടെ പേര് സൂപ്പർമാൻ റോബോട്ട് 4 എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. കുറെ റോബോട്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും 4 എന്ന് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ നത്താൻ ഫിലിയോന്റെ പേര് ഗൈ ഗാർഡനർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എഡി ഗതക്കിയുടെ പേര് മിസ്റ്റർ ടെർഫിക് എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇസബെല്ല മെർക്കോയുടെ പേര് ഹൗക്ക് ഗേൾ എന്നുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ സൽമാൻ ഖാന്റെ ഒരു പുതിയ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. താടിയൊക്കെ എടുത്തിട്ടുള്ള രീതിയിലാണ്. പിന്നെ ജിന്ന് എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് സ്നീക് പീക്ക് 3 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ചെന്നൈ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റെസ്പോൺസാണ് ഗ്ലിംസിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റീജിയണൽ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. പിന്നെ മെട്രോ എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ റിലീസ് ജൂലൈ 4 എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ട്രെയിലർ ഒന്നും വരുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ടൈം ഒന്നും അറിയിച്ചിട്ടില്ല. ചിലപ്പോൾ ഈ വീഡിയോ ഇടുമ്പോൾ വന്നിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ വരാതിരിക്കാം. പിന്നെ യൂഫോറിയ എന്ന് പറഞ്ഞിടത്തിന്റെ ഫ്ലൈ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിരുന്നു. അത് 1 million+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പറന്നു പോകുന്ന പറഞ്ഞിടത്തിന്റെ ടീച്ചർ ഇന്ന് 6 മണിക്കൂർ എന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ വ്യസന സമേതം ബിന്ദു മിത്രാദികൾ എന്ന് പറഞ്ഞിടത്തിലത്തെ സാമ്പ്രാണി പെൻറ്റിരി എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ മദ്രാസ് മാറ്റിനി എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ജൂൺ 6 എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു. അത് 1 million+ വ്യൂസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ റാണ നായിഡു എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിന്റെ സീസൺ 2 ട്രെയിലർ വരും പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. എന്തായാലും ജൂൺ 13 നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും ഇതിന്റെ സീസൺ 2 പുറത്തിറങ്ങുക. പിന്നെ മാലിക് എന്ന് പറഞ്ഞിട്ട് രാജ്കുമാർ റാവോടെ വരാൻ പോകുന്ന പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ജൂലൈ 11 പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ഡക്കൗട്ട് എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്ത് ഫയർ ഗ്ലിംസ് എന്നുള്ള രീതിയിൽ ഒരു ഗ്ലിംസ് പുറത്തിറക്കിയിട്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ഫയർ തീം എന്നുള്ള രീതിയിൽ അതിന്റെ മ്യൂസിക് പുറത്തിറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി നരസിംഹ എന്ന് പറഞ്ഞിട്ടുള്ള പടം 4K റിലീസ് ചെയ്യാൻ പോവാണ് ജൂൺ 8. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അതിന്റെ ട്രെയിലർ വരാൻ പോവാണ് 4K. അത് ജൂൺ 4 11 എന്ന് വെച്ചാൽ ഇന്ന് രാവിലെ 11 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കമൽഹാസന്റെ തഗ് ലൈഫ് എന്ന് പറഞ്ഞാൽ നാളെയാണ് റിലീസ് ആകാൻ പോകുന്നത്. എന്തായാലും കർണാടകയിൽ ഇവിടെ റിലീസ് ചെയ്യുന്നില്ല, കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം തന്നെ. എന്തായാലും ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് റിലീസ് ആവത്തില്ല എന്നുള്ളത്. എന്തായാലും പടം എപ്പിക് എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റിൽ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ 2 days ഒക്കെ പോസ്റ്ററും വന്നിട്ടുണ്ട്. പിന്നെ സിത്താര ജമീൻ പർ എന്ന് പറഞ്ഞിട്ടുള്ള പടം അമീർ ഖാന്റെ ജൂൺ 20 റിലീസ് ആകാൻ പോകുന്ന പടമാണ്. ഇതിന് ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയും നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും ഈ പടത്തിന്റെ റിലീസിന് ശേഷം 8 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും OTT റിലീസ് ആവാന്നുള്ള കേൾക്കുന്നുണ്ട്. അത് OTT റിലീസ് എന്ന് പറയുമ്പോൾ നോർമൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനത്തേലൊന്നല്ല, യൂട്യൂബിലൂടെ ആയിരിക്കും ഇവർ ഇത് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് കേൾക്കുന്നത്. ചിലപ്പോൾ റെന്റിനായിരിക്കും മിക്കവാറും. പിന്നെ ഹരിഹര വീരമല്ലു എന്ന പടത്തിന്റെ റിലീസ് ഡേറ്റ് കുറെ പ്രാവശ്യം മാറിയതാണ്. ഇപ്പോൾ വീണ്ടും മാറിയിരിക്കുകയാണ്. ജൂൺ 12 കൺഫേം ചെയ്തിട്ട് വീണ്ടും മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് കേൾക്കാൻ സാധിക്കുന്നത്. മിക്കവാറും മാറിയിട്ടുണ്ടായിരിക്കും. എന്തായാലും ജൂൺ 20 അതേമാതിരി ജൂലൈ 4 ഈ 2 റിലീസ് ഡേറ്റ് ഇപ്പോൾ കേൾക്കുന്നുണ്ട് പുതിയതായിട്ട്. മിക്കവാറും ജൂലൈ 4 ആവാനാണ് ചാൻസ് കൂടുതലും തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം ഇനിയിപ്പോൾ എന്നാ റിലീസ് ആവുന്നുള്ളത്. പിന്നെ രജനീകാന്തിന്റെ കൂലി എന്ന് പടത്തിന്റെ തെലുങ്ക് റൈറ്റ്സ് വിറ്റുപോയി എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെടുത്തിട്ടുള്ളത് എന്നുള്ളതും മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. എന്തായാലും അത് 60 കോടിക്കാണ് എടുത്ത് പോയിട്ടുള്ളത് എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓവർസീസിൽ ഏകദേശം 80 കോടിക്കാണ് ഇതിന്റെ ഓവർസീസ് റൈറ്റ്സ് വിറ്റുപോയിട്ടുള്ളത് എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിൽ മിക്കവാറും 200 കോടിയുടെ മുകളിലായിരിക്കും ഇതിന്റെ റൈറ്റ്സ് വിറ്റുപോകാനുള്ള ചാൻസസ് കാണുന്നത്. എന്തായാലും പടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഈ ജൂൺ 2nd വീക്കിലായിട്ട് ഉണ്ടാവും എന്നുള്ളത് കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമെന്ന് പ്രതീക്ഷിക്കാൻ അനിരുദ്ധാണ് മ്യൂസിക് എന്ന്. പിന്നെ ഒരു പുതിയ LCU തുടങ്ങേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ രാഘവ് ലോറൻസ് ആണ് ഫസ്റ്റ് തുടക്കം വെക്കുന്നത്. ഭാഗ്യരാജ് കണ്ണനാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. സ്റ്റോറി ചെയ്തിട്ടുള്ളത് ലോകേഷ് രാജ് തന്നെയാണ്. എന്തായാലും പടത്തിലത്തെ ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. റിവീലിംഗ് അവർ ബാഡി എന്നുള്ള രീതിയിൽ ആണ് ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ മിക്കവാറും പടത്തിലത്തെ വില്ലനാവാനാണ് ചാൻസ്. എന്തായാലും ഒരു പോസ്റ്ററാണ് കിട്ടിയിട്ടില്ല, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഈ വില്ലനായി വരുന്നത് നിവിൻ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇത് കണ്ടിട്ട് ഏകദേശം ആ ഒരു രീതിയിൽ തോന്നുന്നുണ്ട്. എന്തായാലും പടത്തിൽ വിജയ് സേതുപതി സ്വന്തനായിട്ട് എത്തുന്നുള്ള രീതിയിലൊക്കെ കേട്ടിരുന്നു. എന്താണെന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതൊന്നും അറിയത്തില്ല. പിന്നെ ബേബികൾ എന്ന് പറഞ്ഞിട്ടുള്ള നിവിൻ പോളിയുടെ പടം അത് ബാക്കപ്പ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ പടത്തിന്റെ ഫുള്ള് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അരുൺ വർമ്മ അടുത്ത പടമാണ്. എന്തായാലും പടം നല്ല പടമായി വരും തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ വിപിൻ ദാസ് മോഹൻലാലിനെ വെച്ചിട്ട് പടം എടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. പക്ഷെ അത് ഇല്ല എന്നുള്ള വിപിൻ ദാസ് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിന്റെ പകരം SJ സൂര്യയും അതേമാതിരി ഫഹദ് ഫാസിലായിരിക്കും പടത്തിൽ അഭിനയിക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. ഇതുവരെയുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ വിപിൻ ദാസ് വാഴ 2 സന്തോഷ് ട്രോഫിയാണ് കൺഫേം ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഫഹദ് ഫാസിലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു പടമാണ് വടിവേലിനായിട്ടുള്ളൊരു പടം, മാരിസ് എന്നാണ് പടത്തിന്റെ പേര്. എന്തായാലും അതിന്റെ ടീച്ചർ ഈ ജൂൺ 4 5 മണിക്കൂർ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഇന്ന് 5 മണിക്കൂർ എന്നുള്ളത്. പിന്നെ ചിയാൻ 64 എന്നുവെച്ചാൽ ചിയാൻ വിക്രമിന്റെ 64ാമത്തെ പടം C പ്രേംകുമാർ കൊടുക്കുക എന്നുള്ളതാണ് കേൾക്കുന്നത്. C പ്രേംകുമാർ 96 എടുത്ത് അതേമാതിരി മെയ്യഴകൻ എന്ന് പറഞ്ഞ അടുത്ത് കയ്യിൽ രണ്ടിലും വെച്ച് നോക്കുകയാണെങ്കിൽ മെയ്യഴകനാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. എന്തായാലും ഇത് രണ്ടും ഒരു ഫീൽ ഗുഡ് രീതിയിലുള്ള പടമായിരുന്നു. പക്ഷെ പ്രാവശ്യം വരാൻ പോണ ആക്ഷൻ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ബ്രൂട്ടൽ വയലൻസ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു പടം എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും എങ്ങനെ വരും എന്താവും എന്നുള്ളതൊക്കെ കണ്ടറിയാം. പിന്നെ ജനനായകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു അപ്ഡേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വിജയുടെ ഷൂട്ടിംഗ് പടത്തിലത്തെ കഴിഞ്ഞ നല്ല രീതിയിൽ. എന്തായാലും ആൾക്ക് ഒരു സെൻഡ് ഓഫ് പോലെ അല്ലെങ്കിൽ ഒരു ഫെയർവെൽ പാർട്ടി മറ്റൊരു പരിപാടി നടത്തുന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടത്താൻ ആൾ സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്.
നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും ആളുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ രാജാസാബ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രഭാസിന് ഇനി റിലീസ് ആവാൻ പോകണം പടം. അവിടുത്തെ റിലീസ് ഡേറ്റ് ഡിസംബർ 5 നല്ല ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പോസ്റ്റർ എന്തായാലും നന്നായിട്ടാണ് തോന്നിയത്. ആളുടെ ലുക്കും നല്ല ഇതായിട്ടാണ് തോന്നിയത്. പിന്നെ അവിടുത്തെ ടീച്ചർ ഈ ജൂൺ 16 രാവിലെ 10:52 വരുന്നുള്ളൂ അറിയിച്ചിട്ടുണ്ട് ഈ പോസ്റ്ററിലൂടെ. പിന്നെ NTR തെറ്റിയാണ്, അല്ലെങ്കിൽ NTR നീൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം. പ്രശാന്ത് നീൽ NTR വെച്ചെടുക്കുന്ന പടമാണ്. ഡ്രാഗൺ എന്നാണ് നിലവിൽ അതിന്റെ പേരായി പറഞ്ഞു കേൾക്കുന്നത്. കൺഫേം ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് പറയാത്തത്. എന്തായാലും ഈ പടത്തിൽ ഒരു ഐറ്റം സോങ് രീതിയിൽ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ സോങ്ങിനായിട്ട് ലക്ഷ്മി മന്ദാനം വരും എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു മാത്രം. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചെയ്യാൻ സബ്സ്ക്രൈബ് കൂടുതലേക്ക് അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.